ആണ് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ. അപ്പോൾ അതിന് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. 3 ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഗിഫ്റ്റ് തരും. സിമ്പിൾ ആയിട്ട് തുടങ്ങാം. എത്ര തവണ ബ്രഷ് ചെയ്യണമെന്ന് അറിയാമോ? 2 times. എപ്പോഴൊക്കെ? നമ്മുടെ പല്ലിന്റെ ഇട ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ടൂൾസ് ഉണ്ട്. ഇതെന്നാന്നറിയാമോ? ഒരു കയ്യബദ്ധം അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. കമ്പിട്ട ആൾക്കാർക്ക് ഇടയ്ക്ക് പല്ലിന്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ഒരു സാധനം തരും. ഒരു മെറ്റീരിയൽ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിയാം. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു ടോയിൻ പോലെ അതിനകത്തൊരു ഇങ്ങനെ ഒരു ചെറിയ കിട്ടി. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. കോൾ ചെയ്യാൻ പറ്റും. വിളിക്കുമായിരുന്നു ബസ് സ്റ്റാൻഡിൽ ഒരു ക്വിസ്. അന്നേരം അതിനകത്ത് ചോദിക്കുന്നേ മറ്റേ ടോയിൻ യൂസ് ചെയ്തൊരു മെറ്റീരിയൽ ഇല്ലേ പല്ലിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യുന്ന ടോയിൻ പോലെ, അതിൻ്റെ പേരെന്തുവാന്ന് പറയുന്നു ചോദിക്കുന്നു. എന്തോ ക്ലോസോ എന്തോ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. FLO കേൾക്കുന്നില്ല. ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? കേൾക്കുന്നില്ല. കമ്പിളി പുറപ്പേ. FLOSS ക്ലോസ്. അതാണ് രണ്ടാമത്തെ. ഫോൺ ഫ്രണ്ട് ചേച്ചിയോട് ചേച്ചി ഗിഫ്റ്റ് കൊടുത്താൽ അതെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ പെപ്സി കോള ഇതൊക്കെ കുടിച്ച് ഉടനെ ബ്രഷ് ചെയ്യണോ വേണ്ടയോ? കാരണം പറയുന്നുണ്ട്. നോർമലി അത് യൂസ് ചെയ്യുന്നത് സാധാരണ അത് ഞാൻ കണ്ടിട്ടുള്ളത് അത് വെച്ച് ക്ലീനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ബെറ്റർ പല്ല് ക്ലീൻ ചെയ്യാൻ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ ബ്രഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എങ്ങനെ അല്ല ബ്രഷ് അത് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യണ്ട. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഓക്കേ, അപ്പോൾ ആൻസർ തെറ്റാ കേട്ടോ. എന്തുകൊണ്ടാണ് ഈ കൊക്കക്കോളയും പെപ്സിയൊക്കെ ഉപയോഗിച്ച് ആൾക്കാർ ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയാവോ? അത് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യും. പക്ഷെ പല്ലിന് അതുപോലെ അത് ഒരു ആസിഡാ. ഇത് പല്ലിൻ്റെ അകത്ത് നിന്ന് നമ്മൾ അപ്പം തന്നെ ബ്രഷ് ചെയ്ത് കളയുവാണെങ്കിൽ ഇതിൻ്റെ ആസിഡിറ്റി കൂടിയിട്ട് നമ്മുടെ പല്ല് ഇനാമിൽ തേഞ്ഞു പോകും. എന്തായാലും എഫേർട്ട് എടുത്തതല്ലേ, നമുക്ക് കൊടുക്കാം. 2 എണ്ണം കൊടുക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് ഏത് കോളേജാരാ? നിങ്ങൾ എല്ലാവരും IT ആണോ? ഞാൻ പോകുന്നു. ബൈ.